ആലപ്പുഴ കായംകുളത്ത് കാപ്പ ചുമത്തിയ CPM ലോക്കൽ കമ്മിറ്റി അംഗം CB ശിവരാജന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ബോർഡ് CPMലെ ഒരു വിഭാഗമാണ് ഐക്യദാർഢ്യ ബോർഡിന് പിന്നിൽ നിന്ന് അറിയുന്നു. കാപ്പ ചുമത്തിയ നേതാവിന് ഇതുവരെയും പാർട്ടിയിൽ നിന്ന് നടപടി വന്നിട്ടുമില്ല. മനീഷ് മഹിപാൽ ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. ഈ CB ശിവരാജൻ്റെ പേരിൽ നിലവിൽ 5 ക്രിമിനൽ കേസുകളുണ്ട്. ഇയാൾ പുതുപ്പള്ളി CPMൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ഇയാൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത്തവണ കായംകുളത്ത് LDF സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്ത് പോകുന്ന സാഹചര്യം ഉണ്ടായി. കായംകുളത്ത് CPMൽ ഒത്തിരി ക്രിമിനലുകളുണ്ട് എന്ന വലിയ ആക്ഷേപം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിഭാഗം നേതാക്കളാണ് ഇതിന് പിന്നിൽ. അതായത് ഈ CB ശിവരാജനെ കാപ്പ ചുമത്താനുള്ള നടപടിക്ക് പിന്നിൽ CPMലെ തന്നെ ഒരു വിഭാഗമാണെന്നാണ് മറ്റ് വിഭാഗം ആരോപിക്കുന്നത്. ഇയാളെ കഴിഞ്ഞ 2 ദിവസം മുൻപാണ് 9 മാസത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന നിബന്ധനയോടുകൂടി കാപ്പ ചുമത്തിയിട്ടുള്ളത്. ഇയാൾക്കെതിരെ മണൽക്കടത്ത് കേസ്, ഒപ്പം തന്നെ 5 മാസങ്ങൾക്ക് മുൻപ് വടിവാൾ ഉപയോഗിച്ച് ഒരാളെ ആക്രമിച്ച കേസടക്കം 5 ക്രിമിനൽ കേസുണ്ട്. നിലവിൽ 3 കേസുണ്ടെങ്കിൽ ഒരാളെ കാപ്പ ചുമത്താനുള്ള അധികാരം പോലീസിനുണ്ട്. DAGയുടെ പരിധിയിൽ വരുന്ന ഒരു വിഷയമാണ് ഈ രീതിയിൽ കാപ്പ ചുമത്തുന്ന കാര്യം. അങ്ങനെ ഇരിക്കെയാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ CB ശിവരാജൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് CPMലെ തന്നെ ഒരു വിഭാഗമാണെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. ഇയാൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇയാൾക്കെതിരെ ഉണ്ടായ കാപ്പ നടപടി അത് രാഷ്ട്രീയ പ്രേരിതമാണ്, കായംകുളത്തെ വിഭാഗീയ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നതാണിത് എന്നുള്ള ഒരു ആക്ഷേപം ഒപ്പം തന്നെ ആരോപണമുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ സുഹൃത്തുക്കൾ എന്ന രീതിയിലാണ് ഇയാൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ബോർഡ് പുതുപ്പള്ളിയിൽ നിലവിൽ സ്ഥാപിച്ചിട്ടുള്ളത്. SK മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.